ശ്രീമതി ദീപാനിൽ ഇവിടെ പറഞ്ഞുവല്ലോ ഈ സമരങ്ങൾ നയിക്കുന്നവരോടുള്ള പെരുമാറ്റം അല്ലെങ്കിൽ എതിർക്കുന്നവരെ യാതൊരുവിധ ചർച്ചയ്ക്കും തയ്യാറാവാതെ അവരെ ദേശവിരുദ്ധരായി ഒക്കെ മുദ്ര കുത്തുന്ന സമീപനമാണ് BJP സർക്കാർ കൈക്കൊള്ളുന്നത് എന്ന് പറയുന്നു. ഈ കേരളം UDF ഭരിക്കുമ്പോൾ, കോൺഗ്രസ് ഭരിക്കുമ്പോൾ നമ്മൾ കാണുന്നത് എന്താണ്? VD സതീശൻ സ്വന്തം പാർട്ടിയുടെ വിദ്യാർത്ഥി സംഘടനയുടെ സംസ്ഥാന നേതാവിൻ്റെ മുഖത്ത് പോലും നോക്കാതെ ഒരു പരിപാടിയിൽ പങ്കെടുത്ത് മുഖത്ത് പോലും നോക്കാതെ പോകുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ്. KSU വിദ്യാർത്ഥികളുടെ ആവശ്യങ്ങൾ മാത്രമാണ് മുന്നോട്ട് വെക്കുന്നത്. വിദ്യാർത്ഥികൾ നേരിടുന്ന പ്രശ്നങ്ങൾ മാത്രം, അത് ചിലപ്പോൾ സർക്കാരിനെതിരാവാം. അവർ കൃത്യമായി അത് മുന്നോട്ട് പറയുന്ന വിദ്യാർത്ഥി പ്രസ്ഥാനമാണ്. ആ പ്രസ്ഥാനത്തിൻ്റെ സംസ്ഥാന പ്രസിഡന്റിനെ ഒരേ വേദിയിൽ പങ്കെടുത്തിട്ട് പോലും മുഖം പോലും കൊടുക്കാതെ പോകുന്ന മുഖ്യമന്ത്രിയുടെ നാട്ടിൽ ഇരുന്നിട്ടാണ് അങ്ങിത് പറയുന്നത്. ഈ രാജ്യം ഭരിക്കുന്നവർ ഇത്തരം സമരം നടത്തുന്നവരെ പരിഗണിക്കുന്നില്ല എന്ന് പറയുന്നത്. ശ്രീമതി ദീപാനി, ഒരു പൊതുപരിപാടിയിൽ പോകുമ്പോൾ അവിടെ ഒരു പക്ഷേ അഭിപ്രായ വ്യത്യാസങ്ങൾ, ഒരു കുടുംബത്തിനകത്ത് പല അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടാകും എന്ന് പറയുന്നത് ഒരു കുടുംബത്തിലെ അംഗങ്ങൾ തമ്മിൽ ബന്ധം വേർപെട്ടു പോകുന്ന രീതിയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളൊന്നുമല്ല. തീർച്ചയായിട്ടും ഒരു ജനാധിപത്യ പാർട്ടിയിൽ അഭിപ്രായങ്ങൾ പറയും, ചിലർക്കത് ഇഷ്ടപ്പെടാം, ചിലർക്കത് ഇഷ്ടപ്പെടാതിരിക്കാം. അതിനൊക്കെ ഒരു പ്രത്യേക പ്ലാറ്റ്ഫോമുണ്ട്. അവിടെ ഒരു പൊതു ഇടത്തിൽ വെച്ച് മുഖ്യമന്ത്രി ഒരാളെ കാണുകയും അതിന് വിശദീകരണം കൊടുക്കേണ്ടിയും ഒന്നും ഒരാവശ്യവും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്ന് പറയുന്നത് KSUവിന്റെ വിദ്യാർത്ഥി സംഘടനയുടെ പ്രസിഡന്റ് എന്ന് പറയുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാർട്ടിയുടെ ഒരു പാർട്ടി സ്ഥാനത്തിരിക്കുന്ന ഒരാൾ തന്നെയാണ്. തീർച്ചയായിട്ടും അതിന് വേണ്ട അർഹമായിട്ടുള്ള രീതിയിൽ അത് പ്രതികരിക്കുകയും അതോടൊപ്പം തന്നെ അതിന് വേണ്ട നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ പൊതു ഇടങ്ങളിൽ വെച്ച് വിഴുപ്പലക്കേണ്ട കാര്യം, പാർട്ടിയുടെ ആഭ്യന്തര കാര്യങ്ങളെക്കുറിച്ച് വിഴുപ്പലക്കേണ്ട കാര്യമില്ല. അതും ഈ CJP പാർട്ടിയും CJP എന്ന് പറയുന്ന ആ ഒരു കൂട്ടായ്മയോട് BJP കാണിക്കുന്ന ആ ഒരു സമീപനവും തമ്മിൽ ഒരു കാരണവശാലും നിങ്ങൾ കൂട്ടി വായിക്കേണ്ട ആവശ്യമില്ല. ഇവിടെ തീർച്ചയായിട്ടും KSU എന്ന് പറയുന്ന വിദ്യാർത്ഥി സംഘടന ഒരുപാട് പ്രക്ഷോഭങ്ങളിൽ അത് കാലാകാലങ്ങളായിട്ടുള്ള KSUവിൻ്റെ പ്രവർത്തനങ്ങൾ പരിശോധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാകും. UDFൻ്റെ ഗവൺമെൻറ് ഇരിക്കുന്ന കാലങ്ങളിലും കൃത്യമായ പ്രക്ഷോഭങ്ങൾ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ ഉണ്ടായിട്ടുണ്ട്, KSUവിൽ നടത്തിയിട്ടുണ്ട്. തെറ്റുകൾ കണ്ടാൽ ചൂണ്ടിക്കാണിക്കാറുണ്ട്. തീർച്ചയായിട്ടും അത് തിരുത്തപ്പെടുകയും ചെയ്യാറുണ്ട്. ഏത് ഭാഗത്താണോ തിരുത്തൽ വേണ്ടത് അത് തിരുത്തപ്പെടുകയും ചെയ്യാറുണ്ട്. അതും CJP കൂട്ടായ്മയും BJPയുമായിട്ടുള്ള ഈ ഒരു BJP എന്തുകൊണ്ടാണ് ഈ CJPയെ ഇത്രയധികം ഭയപ്പെടുന്നത്? എന്തുകൊണ്ടാണ് അവരുടെ ഈ പ്രക്ഷോഭത്തെ അല്ലെങ്കിൽ അവർ നടത്തുന്ന ഈ സമരത്തെ ഇപ്പോൾ ഇവിടെ സൂചിപ്പിക്കേണ്ടായല്ലോ? അവിടെ ആകെ 50 പേരേ ഉള്ളൂ. അതിൽ 40 പേരും കേരളത്തിൽ നിന്ന് പോയ പത്രപ്രവർത്തകരാണ്. 10 പേര് മാത്രമേ ഉള്ളൂ. അവരെ സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ല എന്ന് പറയുന്ന ഈ 10 പേര് നടത്തുന്ന ജന്തർ മന്ദർ എന്ന് പറയുന്ന സ്ഥലത്ത് നമുക്കറിയാം ഡൽഹിയിൽ സമരങ്ങൾ നടക്കുന്ന സ്ഥലമാണ്. അവിടെ മിക്കവാറും ദിവസങ്ങളിൽ സമരങ്ങൾ നടക്കാറുണ്ട്. ആ സമരങ്ങൾ നടക്കുമ്പോൾ എത്ര സമരങ്ങളിൽ BJPയോ അല്ലെങ്കിൽ NDAയോ ഈ രീതിയിലുള്ള പ്രതികരണം നടക്കുന്നുണ്ട്? ഇത്രയും ദുർബലമായ ഒരു ആൾക്കൂട്ടമാണ് അവിടെ ഉള്ളതെങ്കിൽ ഇതിനെ എന്തുകൊണ്ടാണ് നിങ്ങൾ ഇത്രയധികം ഭയപ്പെടുന്നത്? ഇപ്പോൾ ഇവിടെ പറയുകയുണ്ടായല്ലോ വലിയ ഇതിനകത്തുള്ളത്, ഇതിനെ ഒരു രാഷ്ട്രീയ പാർട്ടിയായിട്ട് ആരും അംഗീകരിച്ചത് കോൺഗ്രസ് ഇവരെ അംഗീകരിക്കുകയോ ഇവരുടെ മറ്റ് ആശയങ്ങളിൽ ഇവരെ അംഗീകരിക്കുകയോ ചെയ്യുന്നു എന്നുള്ളതല്ല. തീർച്ചയായിട്ടും ഇവർ ഈ സമരം ചെയ്യുന്ന എന്തിനു വേണ്ടി സമരം ചെയ്യുന്നു? അവർ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ. ഇപ്പോൾ ഈ നീറ്റ് പരീക്ഷയിലെ ക്രമക്കേട് അല്ലെങ്കിൽ ദേശീയ പ്രവേശന പരീക്ഷകളിലെ ക്രമക്കേടുകൾ അവസാനിപ്പിക്കുക അല്ലെങ്കിൽ അത് അന്വേഷിക്കുക. അതോടൊപ്പം തന്നെ പരീക്ഷാ സംവിധാനത്തിൽ സുതാര്യത വരുത്തുക, വിദ്യാർത്ഥികളുടെ ആത്മഹത്യകളിൽ സമഗ്രമായ അന്വേഷണം നടത്തുക, വിദ്യാഭ്യാസ രംഗത്ത് ഉത്തരവാദിത്വം ഉറപ്പാക്കുക. വിദ്യാഭ്യാസ മന്ത്രി, അപ്പോൾ വിദ്യാഭ്യാസ രംഗത്ത് ഉത്തരവാദിത്വം ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ഇപ്പോൾ എന്ത് പ്രശ്നം നടന്നാലും ഇപ്പോൾ ഇവിടെ പറയണ്ടല്ലോ മുഖ്യമന്ത്രി VD സതീശൻ എന്തുകൊണ്ട് ചെയ്യുന്നില്ല അല്ലെങ്കിൽ മുഖ്യമന്ത്രി എന്തുകൊണ്ട് ചെയ്യുന്നില്ല, എന്താ ഇവിടെ നടക്കുന്ന മറ്റു കാര്യങ്ങളെല്ലാം VD സതീശൻ പറഞ്ഞിട്ടാണോ ആവുന്നത്? അപ്പോൾ തീർച്ചയായിട്ടും ഒരു വകുപ്പ് കൈകാര്യം ചെയ്യുന്നവരൊക്കെ തന്നെയാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന പരീക്ഷകളുടെ ക്രമക്കേടുകളും മറ്റും അഡ്രസ്സ് ചെയ്യപ്പെടുന്നത്. അവരോട് തന്നെയാണ് ചോദ്യം ചോദിക്കപ്പെടുന്നത്. അവർ തന്നെയാണ് ആൻസറബിൾ ആയിട്ടുള്ള പേഴ്സൺ. അല്ലാതെ ഈ പരീക്ഷ നടത്തിയ മറ്റുള്ളവരോട് ആർക്കും ജനങ്ങൾക്ക് ചെന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ ആൻസറബിൾ ആയിട്ടുള്ള ആൾ തീർച്ചയായിട്ടും ആ വകുപ്പിൻ്റെ തലവനാണ്. ആ വകുപ്പിൻ്റെ തലവനായിട്ടിരിക്കുന്നത് അതിൻ്റെ മന്ത്രിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ മന്ത്രിക്ക് ഇത് കൊണ്ടുപോകാനുള്ള കഴിവില്ല, അതുകൊണ്ട് അദ്ദേഹം രാജിവെക്കണമെന്ന് ആവശ്യപ്പെടുന്നത്. ഇവിടെ ഇവർ ഉന്നയിക്കുന്ന കാര്യങ്ങളിൽ കൃത്യമായിട്ടും
സത്യസന്ധമായ കാര്യങ്ങളാണ് അവർ ഉന്നയിക്കുന്നത്. യുവാക്കളെ ബാധിക്കുന്ന കാര്യങ്ങളാണ് ഇവർ ഉന്നയിക്കുന്നത്. ഇന്ത്യയുടെ ഭാവിയെ ബാധിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് ഇവർ ഉന്നയിക്കുന്നത്. അതേസമയം ഇപ്പുറത്ത് BJP പറയുന്ന ഇവരെ എതിർത്തുകൊണ്ട് പറയുന്നത് വെറും എന്താണ് ഒരു യാതൊരു കാര്യമാത്ര പ്രസക്തമില്ലാത്ത കാര്യങ്ങളാണ് പറയുന്നത്. അവർക്ക് വിദേശ പണം കൈപ്പറ്റുന്നു, അല്ലെങ്കിൽ അവിടെ പോകുന്നവർ ചൈനീസ്, അതൊക്കെ നിങ്ങൾ അവരോട് ചോദിക്കണം. അല്ലെങ്കിൽ ഇവിടുത്തെ ആഭ്യന്തര വകുപ്പും പോലീസും മറ്റ് അന്വേഷണ ഏജൻസികളും മുഴുവൻ കയ്യിലുള്ള നിങ്ങൾ വെറുതെ ഇരുന്ന് പറയുകയാണോ ഈ നേതാക്കന്മാരൊക്കെ ഇവിടെ സന്ദർശിക്കുന്നവർ ചൈനീസ് എംബസി സന്ദർശിക്കുന്നു എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഇവിടുത്തെ ഭരണ സംവിധാനം അത്രയും, ഇന്ത്യയുടെ ഭരണ സംവിധാനം അത്രയും വീക്കായിട്ടുള്ളതാണോ? അങ്ങനെ ഒരു വിദേശമായിട്ടുള്ള അല്ലെങ്കിൽ ഇന്ത്യ എന്ന മഹാരാജ്യത്തെ അട്ടിമറിക്കാനുള്ള ഗൂഢാലോചന നടത്തുന്നവരാണ് ഇവരെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് മനസ്സിലാക്കാനുള്ള ഏജൻസികളില്ലേ, അല്ലെങ്കിൽ അന്വേഷിക്കാനുള്ള മറ്റ് വകുപ്പുകളില്ലേ, അല്ലെങ്കിൽ മറ്റ് വഴികളില്ലേ? ഒന്നുമില്ലാതെ ഒരു ദുർബലമായ ഒരു ഭരണ സംവിധാനമാണ് ഇന്ത്യയിലുള്ളതെന്നാണോ നിങ്ങൾ പറയുന്നത്? തലസ്ഥാനത്ത് വന്നിരുന്ന് സമരം നടത്തുന്ന കുറേ ആളുകൾ ഇന്ത്യ മഹാരാജ്യത്തിനെ അട്ടിമറിക്കാനും ചൈനയ്ക്ക് ഒറ്റുകൊടുക്കാനും നിൽക്കുന്നവരാണ് എന്നൊക്കെ പറയുമ്പോൾ എത്ര ബാലിശമായിട്ടുള്ള ആരോപണങ്ങളാണ് ഈ ഒരു സമരത്തിനെ നേരിടുന്നതിന് വേണ്ടി നിങ്ങൾ അഴിച്ചുവിടുന്നത്. അപ്പോൾ തന്നെ നമുക്കറിയാമല്ലോ എത്രത്തോളം നിങ്ങൾ ഈ സമരത്തെ ഭയപ്പെടുന്നു. കൃത്യമായിട്ട് അവരുടെ കാര്യങ്ങളെ അഡ്രസ്സ് ചെയ്യൂ. എന്തുകൊണ്ട് നിങ്ങൾ അവരോട് സംസാരിക്കാൻ പോകുന്നില്ല? എന്തുകൊണ്ട് നിങ്ങളുടെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ അവരോട് സംസാരിച്ച് അവരുടെ ഈ കാര്യങ്ങൾക്കൊരു പരിഹാരം ഉണ്ടാക്കാനുള്ള ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് പോലും എടുക്കുന്നില്ല? എന്തുകൊണ്ട് ഈ യുവാക്കളെ, ഇന്ത്യയിലെ തൊഴിലില്ലാത്ത യുവാക്കളെ എന്തുകൊണ്ട് നിങ്ങൾ ശത്രുക്കളായി കാണുന്നു? ഇന്ത്യയിലെ യുവജനങ്ങളെ എന്തുകൊണ്ട് നിങ്ങൾ ശത്രുക്കളായി കാണുന്നു? നിങ്ങൾക്ക് എങ്ങനെയാണ് പറയാൻ കഴിയുന്നത് ഇതൊരു സോഷ്യൽ മീഡിയ കൂട്ടായ്മയാണ്? ഇന്ത്യയിൽ നിന്ന് എത്രയോ ശതമാനത്തോളം ആളുകൾ ഈ ഒരു ആശയത്തെ അല്ലെങ്കിൽ ഇവർ ഈ ചെയ്യുന്ന പ്രവൃത്തിയെ അനുകൂലിക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഇന്ത്യയിലെ യുവാക്കളെ മുഴുവൻ BJP ശത്രുക്കളായി കാണുന്നത്? എന്തുകൊണ്ടാണ് അവരോട് ഒന്ന് സംസാരിക്കാൻ പോലും മുതിരാത്തത്? അതിന് പകരം നിങ്ങൾ എന്തൊക്കെ ആരോപണങ്ങളാണ് അവർക്കെതിരെ അഴിച്ചുവിടുന്നത്? നാളെ ഇവിടെ ഒരാൾ സമരം ചെയ്തു കഴിഞ്ഞാൽ ഉടനെ നിങ്ങൾ ഇപ്പം ഞാൻ ചോദിക്കട്ടെ, ഇവിടെ നിങ്ങൾ ചോദിച്ചല്ലോ നാളെ പാകിസ്ഥാൻ എംബസിയിലേക്ക് പോകുന്നു. പാകിസ്ഥാൻ എംബസിയിലേക്കല്ല, പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുടെ വീട്ടിൽ പോയി ബിരിയാണി കഴിച്ച ആളാണ് നമ്മുടെ പ്രധാനമന്ത്രി എന്ന് പറയുന്നത്. അവരുടെ കൂടെ ചേർന്ന് അവരുടെ ആതിഥേയത്വം വഹിച്ചുകൊണ്ട് അവിടെ ചെന്ന് ആ വീട്ടിൽ പോയി അവരോടൊപ്പം ഭക്ഷണം കഴിച്ച ആളാണ് പ്രധാനമന്ത്രി എന്ന് പറയുന്നത്. എന്താണ് ഇവിടെ ഇന്ത്യയിലുള്ള ഒരു പാകിസ്ഥാൻ എംബസിയിൽ ചിലപ്പോൾ എനിക്ക് പോവേണ്ടി വരും ഒരാവശ്യമായിട്ട്, അല്ലെങ്കിൽ എൻ്റെ ആരെങ്കിലും അവിടെ ജോലി ചെയ്യുന്നവരുണ്ട്, അല്ലെങ്കിൽ എനിക്ക് അറിയുന്ന ആരെങ്കിലും അവിടെ ജോലിയുണ്ട്, എനിക്ക് അവിടെ പോകേണ്ടി വരും. എന്താ പാകിസ്ഥാൻ എംബസി? ഇന്ത്യയിലുള്ള ഏതൊരു സ്ഥാപനത്തിലും ഇന്ത്യൻ പൗര എന്ന നിലയിൽ എനിക്ക് പോകാൻ കഴിയും. ഞാനാരും പോയതിനെ ന്യായീകരിക്കുക, അവർ പോയതിൻ്റെ അകത്തുള്ള കോൺസ്പിറസി എന്താണെന്ന് അന്വേഷിക്കുകയോ ചെയ്തിട്ടില്ല. എൻ്റെ കാര്യമല്ല അത് നിങ്ങൾ അവരോട് തന്നെ ചോദിക്കണം. പക്ഷേ നിങ്ങൾ അടിച്ചാക്ഷേപിച്ചുകൊണ്ട് ഈ സമരപ്പന്തലിൽ നിന്ന് ഞാനിപ്പോൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാൾ നാളെ ചൈനീസ് എംബസിയിൽ പോയാലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു രാജ്യത്തിൻ്റെ എംബസിയിൽ പോയാലോ അവരിൽ നിന്ന് വിദേശ സഹായം കൈപ്പറ്റിക്കൊണ്ട് ഇന്ത്യയെ അട്ടിമറിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഇന്ത്യക്കെതിരായ ഗൂഢാലോചന നടത്താൻ വേണ്ടിയാണ് കുറച്ച് ചെറുപ്പക്കാർ അവർ വളരെ വളരെ ക്രീമി ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സമരം ചെയ്യുമ്പോൾ അതിനെ ഇങ്ങനെ അഡ്രസ്സ് ചെയ്യപ്പെടുന്നത് തീർച്ചയായിട്ടും നിരാശാജനകമാണ്.